ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വൈകുന്നേരം നടക്കാൻ ഇറങ്ങിയതാണ്. ഇവിടെ എൻ്റെ വീടിൻ്റെ മുന്നിൽ രണ്ട് സൈഡിലും പാടാട്ടോ. പാടെന്ന് വെച്ചാൽ ഈ നെൽകൃഷിയൊക്കെ ഇല്ലേ, അതായിരുന്നു. ഇപ്പം അതല്ല. ആദ്യം ഫുള്ള് രണ്ട് സൈഡിലും നല്ല നെല്ലും പാടത്ത് കൊയ്യലും അങ്ങനെയൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. ഇപ്പം അതൊന്നുമില്ല. ഇപ്പം അതൊക്കെ മാറി വേറെ പല കൃഷികളാണ്. ഇപ്പോൾ ഫുള്ള് കപ്പയും വാഴ, പിന്നെ ചീര, അങ്ങനത്തെ കുറേ കൃഷികളാണ്, കുട്ടി കുട്ടി കൃഷികളാണ് കേട്ടോ. അപ്പോൾ ആദ്യം നല്ല രസമായിരുന്നു. അപ്പം ഞങ്ങൾ ഇങ്ങനെ വൈകുന്നേരം നടക്കാൻ ഇറങ്ങലുണ്ട്. അപ്പം ഞാനധികം പോകലില്ല. ഉമ്മാൻ്റെ ഫ്രണ്ട്സും ഇതൊക്കെ ഉമ്മാൻ്റെ ഫ്രണ്ട്സാട്ടോ. ഫ്രണ്ട്സ് പറഞ്ഞാൽ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും വീട്ടിലത്തെ താത്താരാണ്. ഓരും പിന്നെ അടുത്ത മകളും, അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയും ഞങ്ങളൊരു ലക്ഷ്യം വെച്ച് പോവുകയാണ്. അവിടെ കാണുന്ന ദൂരെ ഒരു വാഴത്തോട്ടം കാണുന്നില്ലേ, അവിടേക്കാണ് ഞങ്ങൾക്ക് എത്തേണ്ടത് കേട്ടോ. അപ്പം ഞങ്ങൾ പോണത് അവിടെ ഞങ്ങളുടെ നാട്ടിൽ ഇന്നിത്തണ്ട് എന്ന് പറയും. പല നാട്ടിലും ചിലപ്പോൾ പലതായിരിക്കും പറയാം. ഞങ്ങളതാണ് പറയൽ. അതെടുക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. അപ്പം അത് കൂട്ടാനുണ്ടാക്കിയ നല്ല രസമല്ലേ. അപ്പം അത് ലക്ഷ്യം വെച്ചിട്ടാണ് പോണത്. അപ്പം അങ്ങോട്ട് വഴിയെന്ന് വെച്ചാൽ ഇതൊക്കെ നോക്കി നടത്തുന്ന ഒരാൾ നടന്നുണ്ടായ ഒരു വഴിയുണ്ട്. അപ്പം അതിൽ കൂടെയൊക്കെ അതിസാഹസികമായിട്ട് ചാടി കടന്നിട്ടൊക്കെയാണ് ഞങ്ങൾ പോണത്. ഇത് ചീരയാണ്. നല്ല നല്ല ചീര കേട്ടോ. ഇവിടുന്ന് വാങ്ങലുണ്ട് ഞങ്ങൾ. പിന്നെ നല്ല ചീരയാണ്. അപ്പോൾ കുട്ടി അവിടെ നിന്ന് പേടിച്ച് കരയുന്നുണ്ട്. ആ സാധനം കണ്ടിട്ട്, മറ്റേ കോലം പോലെ ഉണ്ടാക്കിയത് കണ്ടിട്ട് പേടിച്ച് സ്റ്റക്കായി നിൽക്കും കേട്ടോ കുട്ടി. അങ്ങനെ ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്തെത്തി. ഇനി തണ്ട് പറിക്കാൻ വേണ്ടിയിട്ട് താത്ത കയറിയിരിക്കണ്. ഈ കുപ്പി എന്താ വെച്ചാൽ കാറ്റടിക്കുമ്പോൾ സൗണ്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ പക്ഷികളും ഒന്നും കയറാതെക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ ട്രിക്കുകളാണ്. അങ്ങനെ ഇന്നിത്തണ്ട് കിട്ടി. അപ്പം ഞങ്ങൾ തിരിച്ച് പോവാണ്. അപ്പോൾ ഇത് കപ്പ നട്ട് കുറച്ചായിട്ടുള്ളൂ കേട്ടോ, അത് വലുതായിട്ടില്ല. ഇത് വലുതാകുമ്പോൾ ഇത് പറിക്കണ സമയത്തൊക്കെ ഞങ്ങൾ വരലുണ്ട് വാങ്ങാൻ. ഇപ്പോൾ വൈകുന്നേരമായല്ലോ, പിന്നെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവാണ്. അപ്പോൾ ബാങ്ക് കൊടുക്കാനുള്ള ടൈമായി. അപ്പം ഞങ്ങളെല്ലാവരും തിരിച്ച് നടക്കുക. അങ്ങനെ വീട്ടിലെത്തി. ഇതാട്ടോ ഇന്നിത്തണ്ട്. ഇനി ആരും ഇന്നിത്തണ്ട് കണ്ടില്ല എന്ന് വേണ്ട, അതാണ് സാധനം. അപ്പോൾ വീട്ടിലെത്തി. അപ്പോൾ കുട്ടിക്ക് പിന്നെ കരച്ചിൽ, ഒക്കെ വീട്ടിലേക്ക് കയറണ്ടെന്നാണ് കേട്ടോ. ഇനിയും പോകണം എന്നാണ് പറയണത്. ഒരു വിധത്തിൽ ഓള് വീട്ടിലേക്ക് തൂക്കി കൊണ്ടുപോയി കുട്ടീനെ. അപ്പോൾ ഇനി ബാങ്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഇനി നാളെ വരാമെന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് വീട്ടിലേക്ക് തന്നെ പോവാട്ടോ. അങ്ങനെ പ്രയറൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാതെ കുറച്ച് ഗസ്റ്റ് വന്നു കേട്ടോ. ഇവർ ഗസ്റ്റ് എന്ന് പറയാൻ പറ്റൂല, നമ്മളെ സ്വന്തം ആൾക്കാർ തന്നെ കേട്ടോ. ഇത് അതായത് എൻ്റെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ ഫാമിലിയാണ്. അനിയത്തിൻ്റെ മക്കളും പിന്നെ മരുമക്കളും പേരക്കുട്ടികളും ഒക്കെയാണ്. കുറച്ച് നേരം നിന്നുള്ളെങ്കിലും കുട്ടികളെ കളിയും ഒക്കെ ആയിട്ട് വീട് ഭയങ്കര ബഹളമായിരുന്നു. വിരുന്നുകാരൊക്കെ പോയി. ഇനി ഇതെന്താ പരിപാടി എന്ന് വെച്ചാൽ, ഇത് ഉമ്മ ഉണ്ടാക്കിയ അച്ചാറാണ്. ബീഫാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ബീഫ് മാത്രമല്ല, മീൻ, മാങ്ങ, നാരങ്ങയും ഡേറ്റ്സും അതൊക്കെ അടിപൊളി ടേസ്റ്റാട്ടോ. പിന്നെ അതേപോലെ കയ്പ്പങ്ങ, അങ്ങനത്തെ ഏത് ടൈപ്പ് എന്ത് കൊടുത്താലും അച്ചാർ ഉണ്ടാക്കി തരും. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഉമ്മാക്ക് ചെറിയൊരു പിന്നെ എന്താ പറയുക ബിസിനസ്സാണിത്. ചെറിയ ബിസിനസ്സാട്ടോ.
ഇതുപോലെ അച്ചാർ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ അയച്ചു കൊടുക്കലുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായം പറയലുണ്ട്. അങ്ങനെ ഇത് കുറച്ച് ഓർഡർ കിട്ടിയത് ഇമ്മ ഇടുകയാണ്. ഇത് ബീഫാണ്. പിന്നെ നാരങ്ങയും മാങ്ങയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് ബീഫാണ്. അപ്പോൾ ഇത് ഞങ്ങൾ തന്നെ ഇമ്മ ഉണ്ടാക്കും. ഞങ്ങൾ തന്നെ അതൊക്കെ പാക്ക് ചെയ്ത് സീൽ ചെയ്തുകൊണ്ട് നാളെ അയക്കാനുള്ളതാണ്. ഈ പരിപാടികളൊക്കെ ചെയ്യണത് രാത്രിയാണ്. അപ്പോൾ പകലാണ് അച്ചാറിട്ടത്. അപ്പോൾ അത് തണുപ്പൊക്കെ പോയിട്ട് ഇങ്ങനെ ഇതേപോലെ കുപ്പിയിലൊക്കെ ആക്കി വെച്ച് എല്ലാം കഴിഞ്ഞിട്ടാണ് കിടക്കുന്നത്. ഇതിൻ്റെ ഡാഡിയാണ്. അപ്പം ഈ പരിപാടിൻ്റെ ഇടയിൽ ക്ഷീണിക്കാതെക്കാൻ വേണ്ടിയിട്ട് കൈതച്ചക്കയൊക്കെ മുറിച്ച് വെച്ചിരിക്കണം. അതൊക്കെ കഴിക്കും. പിന്നെ ഇതുപോലെ ഇതൊക്കെ റെഡിയാക്കും. അങ്ങനെ മാങ്ങയും പിന്നെ ഡേറ്റ്സ് ആൻഡ് ലെമൺ പിന്നെ ബീഫ്, ഈ 3 അച്ചാറാണ് കേട്ടോ ഇപ്പോൾ പാക്ക് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അതൊക്കെ സെറ്റാക്കിങ്ങാണ്ട് എല്ലാം പാക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ കിടന്നത്. ഇതുപോലെയാണ് പാക്ക് ചെയ്തത്. ഇത് ഇന്നത്തെ പാർസൽ പോവാനുള്ളതാണ്. അത് ബാംഗ്ലൂർക്കുള്ളതാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ മടക്കി വെക്കാണ്ടായിരുന്നു മുകളിൽ. അപ്പം അത് മടക്കിയൊക്കെ വെച്ചു. ഇത് മേലത്തെ ബാൽക്കണിയാണ്. ഇത് ഭയങ്കര രസമുള്ള സ്ഥലമാണ്. എനിക്ക് ഈ വീട്ടിൽ കുറച്ച് ഇഷ്ടപ്പെട്ട കുറച്ച് സ്ഥലങ്ങളുണ്ട്. അതിൽ പെട്ടൊരു സ്ഥലം കേട്ടോ ഇത്. ഇവിടെ നല്ല മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഒരു പ്രത്യേക വൈബല്ലേ. എല്ലാവർക്കും വൈബുണ്ടോയെന്ന് അറിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് മേളക്കുള്ളൊരു കോണിയാണ്. മേളിലാണ് നമ്മൾ ഈ അരിയും അങ്ങനെ മല്ലി മുളക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണക്കാടൽ. പിന്നെ ടാങ്കും അതൊക്കെ മേലെയാണ്. അപ്പം അങ്ങോട്ട് പോകാനുള്ളൊരു വഴി കേട്ടോ അത്. അപ്പോൾ ഇവിടുന്ന് ഡ്രസ്സൊക്കെ മടക്കി ഞാൻ താഴെ എത്തിയപ്പം നല്ല സ്മെല്ല്. അപ്പം ഞാൻ വിചാരിച്ചു ചിക്കൻ ഫ്രൈ ചെയ്യാണോ എന്ന് വിചാരിച്ചിട്ട് അടുക്കളയിൽ പോയി നോക്കിയപ്പം ചിക്കൻ ഫ്രൈ അല്ല, അത് സോയാബീൻ കേട്ടോ. അങ്ങനെ ഇന്നത്തെ ഫുഡ് എന്താ വെച്ചാൽ ഇത് മീൻകറിയാണ്. പിന്നെ തേങ്ങ അരച്ച മീൻകറി. പിന്നെ ഇത് നമ്മൾ ഇന്നലെ സാഹസികമായിട്ട് പറിച്ചുകൊണ്ടുവന്ന ഇന്നിത്തണ്ടില്ലേ, അതുകൊണ്ട് ഉണ്ടാക്കിയതാണ് ഇന്നിത്തണ്ടും മുതിരി. പിന്നെ ഇത് നല്ല ഫിഷ് ഫ്രൈ. ഇത് ഏട്ടമീനാണ്. അതൊക്കെ കൂട്ടി ചോറുണ്ടോ. ചോറ് ഞാൻ ഉണ്ടിട്ടില്ല, എനിക്ക് ചപ്പാത്തിയാണ്. അത് കഴിഞ്ഞിട്ട് രാത്രി നല്ല പടക്കം പൊട്ടണൊക്കെ സൗണ്ട് കേട്ടുട്ടോ. പിന്നെ മേലെ വന്ന് നോക്കിയപ്പോൾ ഇതിപ്പോൾ എന്താ സംഭവം എന്ന് വിചാരിച്ച് വന്ന് നോക്കിയപ്പോൾ നല്ല രസത്തിൽ നമ്മുടെ വീടിൻ്റെ മേലെ നിന്ന് ഇങ്ങനെ അടിപൊളിയായിട്ട് കാണാൻ പറ്റി. ഇതവിടെ അടുത്തൊരു പള്ളിപ്പെരുന്നാൾ ഉണ്ടായിരുന്നു, അതിൻ്റെ ആഘോഷമാണ് കേട്ടോ. ഇതുപോലത്തെ കുട്ടി കുട്ടി വിശേഷങ്ങൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ആർക്കെങ്കിലും നല്ല ഹോം മെയ്ഡ് അച്ചാർ വേണമെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഞങ്ങൾ വീട്ടിലേക്ക് എത്തിച്ചു തരുന്നതാട്ടോ. അപ്പോൾ വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ.